ഓം ശ്രീ ഗുരുഭ്യോ നമ. SMACT KP അസ്ട്രോ സെൻറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം വക്രശനി തരുന്ന ഗുണദോഷങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ കൺസൾട്ടേഷനും ഒക്കെ SMACT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ട് കൺസൾട്ടേഷൻ ഇല്ല, ഓൺലൈനായിട്ട് മാത്രമേ ഉള്ളൂ. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ വരാൻ പോകുന്ന ജൂലൈ 27 ശനിക്ക് വക്രഗതി സംഭവിക്കാൻ പോവുകയാണ്. വക്രഗതി എന്നാൽ പിന്നോക്ക അവസ്ഥയിലേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് അർത്ഥം. ശനിയുടെ വക്രാവസ്ഥ പൊതുവെ പ്രശ്നകരമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും എല്ലാ രാശിക്കാർക്കും ഈ അവസ്ഥ അശുഭകരമല്ല. ഈ വരുന്ന ജൂലൈ 27 കർമ്മദായകനും നീതിയുടെ ദേവനുമായ ശനി മീനൻ രാശിയിലാണ്. ജൂലൈ 27 മുതൽ മീനൻ രാശിയിൽ നിന്ന് പിന്നോക്ക അവസ്ഥയിലേക്ക് മാറാൻ പോകുന്നു. ജ്യോതിഷപ്രകാരം ശനിയുടെ ഈ പിന്നോക്കാവസ്ഥ വളരെയേറെ പ്രധാനപ്പെട്ടതായിട്ടൊക്കെയാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം പിന്നോക്കാവസ്ഥയിലായതിനു ശേഷം ശനിയുടെ സ്വാധീനം കൂടുതൽ ആഴമേറിയതും തീവ്രവും ആയിരിക്കും. ശനിയുടെ ഈ അവസ്ഥ പൊതുവെ പ്രശ്നകരമായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും എല്ലാ രാശിക്കാർക്കും ഇത് അശുഭകരമല്ല. പ്രത്യേകിച്ച് വ്യക്തിയുടെ പ്രവർത്തികളെ അടിസ്ഥാനമാക്കിയാണ് ശനി ഫലങ്ങൾ നൽകുക. മീന വക്രശനി ഇത്തവണ ശശമഹാപുരുഷ രാജയോഗത്തിൻ്റെ സ്വാധീനത്തിൽ 4 പ്രത്യേക രാശിക്കാർക്ക് വലിയ നേട്ടങ്ങളും പുരോഗതിയും കൊണ്ടുവരാൻ കഴിവുള്ളതാണ്. മീനൻ രാശിയിലെ ശനിയുടെ പിന്നോക്കാവസ്ഥ കൊണ്ടുണ്ടാകാൻ പോകുന്ന ആ ഭാഗ്യരാശിക്കാർ ഏതൊക്കെയാണെന്ന് നോക്കാം. 4 രാശിക്കാർക്കാണ് ഭാഗ്യം കിട്ടാൻ പോകുന്നത്. ആദ്യം വരുന്നത് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകീരത്തിൻ്റെ 1, 2 പാദം എന്നീ 3 നക്ഷത്രങ്ങളടങ്ങിയ ഇടവരാശി. ഇടവരാശിയുടെ അധിപനായ ശുക്രൻ ശനിയുടെ അടുത്ത സുഹൃത്താണ്. നിങ്ങളുടെ ജാതകത്തിലെ കർമ്മഭാവത്തെ നോക്കിയാണ് ശനി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വലിയ ഉയർച്ചയൊക്കെ ഉണ്ടാകും. പുതിയതായി ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. ഉദ്യോഗത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തിയും തൊഴിൽ മൂലം പല വിധത്തിലുള്ള അംഗീകാരങ്ങളും എല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയക്കാലം കൂടിയാണ്. സ്ഥലം മാറ്റവും പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. മന്ദനിലയിൽ പ്രവർത്തിച്ചു വരുന്ന ബിസിനസ് പദ്ധതികൾ പുനരാരംഭിക്കും. ഭൂമി അല്ലെങ്കിൽ മറ്റ് സ്വത്തുക്കളൊക്കെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങളൊക്കെ ലഭിക്കും. സമൂഹത്തിലും തൊഴിൽ രംഗത്തും ബഹുമാനവും അധികാരവും വർദ്ധിച്ചു തന്നെ നിൽക്കും. അടുത്തതായി ഭാഗ്യം തെളിയുന്നത് മിഥുന രാശിയാണ്. മകീരം 3, 4 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ 1, 2, 3 പാദം എന്നീ 3 നക്ഷത്രങ്ങളടങ്ങിയ മിഥുന രാശിക്കാർക്ക് ശനി നിങ്ങളുടെ രാശിയിൽ നിന്ന് 9ാം ഭാവത്തിലേക്ക്, അതായത് ഭാഗ്യഭാവത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യത്തിൻ്റെ അടഞ്ഞ വാതിലുകളെല്ലാം തുറക്കപ്പെടും. കുറച്ചു കാലമായി നിങ്ങളുടെ ജോലിക്ക് തടസ്സമായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ മാറും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനാകും. വിദ്യാർത്ഥികൾ വിജയം കൈവരിക്കും. ബിസിനസ് ബന്ധപ്പെട്ട് വരുന്ന യാത്രകൾ വളരെയേറെ ലാഭകരവുമായിരിക്കും. നിങ്ങളുടെ സുഖവും ആഡംബരവും വർദ്ധിക്കും. ഇതുവരെ ഉണ്ടായിരുന്ന മന്ദനിലയെല്ലാം മാറി ഉന്മേഷവും ഉണർവും ഒക്കെ തന്നെ വർദ്ധിക്കും. പുതിയ വാഹനമോ വീടോ ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. വക്രശനിയുടെ ഫലമായി വളരെയേറെ ഗുണാനുഭവങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക. അടുത്തതായി വരുന്നത് തുലാൻ രാശിയാണ്. തുലാൻ രാശിയിൽ വരുന്ന ചിത്തിര 3, 4 പാദം, ചോതി, വിശാഖത്തിൻ്റെ 1, 2, 3 പാദം. ഈ 3 നക്ഷത്രക്കാർക്ക് ശനി യോഗകാരക ഗ്രഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്.
തുലാം രാശിയുടെ പഞ്ചമസ്ഥാനത്തേക്ക് സംക്രമിക്കപ്പെടുമ്പോൾ സന്താനങ്ങൾ, ബുദ്ധി, സ്നേഹം എന്നിവയുടെ ഒക്കെ സ്ഥാനമായ 5-ാം ഭാവത്തിലേക്ക് സംക്രമിക്കും. ബുദ്ധിശക്തി കൊണ്ട് മികവ് തെളിയിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചില നല്ല വാർത്തകളൊക്കെ ലഭിച്ചേക്കാം. നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് നിങ്ങൾക്ക് നല്ല വാർത്തകൾ ലഭിക്കും. പെട്ടെന്ന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടിയുണ്ട്. കുടുങ്ങിക്കിടന്ന പണമിടപാടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടും. പ്രണയബന്ധങ്ങൾക്ക് ആഴവും വ്യക്തതയും ലഭിക്കുകയും കൂടുതൽ ശക്തമാവുകയും ചെയ്യും. അടുത്തതായി വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ 3 നക്ഷത്രക്കാർക്ക് നിലവിൽ അനുകൂല സ്ഥിതി തന്നെയാണ്. എന്നിരുന്നാലും സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും ഒക്കെ ഭാവമായ 4-ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടും. കുടുംബ തർക്കങ്ങളിൽ നിന്നോ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടും. പിന്നെ പുതിയതായി വീട്, സ്വന്തമായി ഭൂമിയൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും. വാഹനം വാങ്ങിക്കാനും അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട പഴയ തർക്കം നിങ്ങൾക്ക് അനുകൂലമായി പരിഹരിക്കപ്പെടും. ധർമ്മദൈവപ്രീതിയൊക്കെ ഉണ്ടാകും. ജോലി സ്ഥലത്ത് നിങ്ങളുടെ ജോലി വിലമതിക്കപ്പെടും. ഇതിനാൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വളരെയേറെ കുറയും. ഈ പറഞ്ഞ 4 രാശിയിൽ വരുന്ന 12 നക്ഷത്രക്കാർക്ക് ശനിയുടെ യോഗഫലങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന കാലമാണിത്. ഇവയെല്ലാം ഈ രാശി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ്. നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള ശനിയുടെ ഭാവബന്ധത്തിൻ്റെയും ഗ്രഹങ്ങളുടെ ബന്ധങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഫലങ്ങൾക്ക് ചില മാറ്റങ്ങൾ ഉണ്ടായി എന്നും വരാം. നിങ്ങളുടെ ജനനകാല ജാതകം അടുത്തുള്ള ഒരു ജ്യോതിഷനെ കണ്ട് ശനിയുടെ ബലം, ബലഹീനമൊക്കെ മനസ്സിലാക്കി അതിന് തക്കതായ പ്രതിവിധികളും ചെയ്യുകയാണെങ്കിൽ എല്ലാവിധത്തിലുള്ള ശുഭഫലങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും അടുത്ത സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.